ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബലൂണും ന്യൂസ് പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ചെടിച്ചട്ടി നമുക്ക് നോക്കാട്ടോ എങ്ങനെയാണ് ചെയ്യണേന്ന്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൈറ്റ് സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് ബലൂണും കൂടി വേണം, കാരണം ബലൂൺ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചെടിച്ചട്ടി. ഇതിന് എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. ഇത്തിരി ക്ഷമയോട് കൂടി നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു വർക്കും കൂടിയാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല ചെടിച്ചട്ടി നമുക്ക് ഇത് ത്രൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഇവിടെ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ന്യൂസ് പേപ്പർ ഇനി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ബലൂണിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലുള്ളൊരു ചെടിച്ചട്ടിയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കിയ ശേഷം നമുക്ക് പലതരത്തിലുള്ള വർക്കുകൾ കൊടുത്ത് അതിനെ ഭംഗിയാക്കാൻ പറ്റും. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഈ ചെടിച്ചട്ടി ഉണ്ടാക്കിയ ശേഷം ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഡെക്കോപാച്ച് ചെയ്തിട്ടാണ് ഭംഗിയാക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, ക്ലേ വർക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഒരു ചെടിച്ചട്ടിയെ നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ വെറൈറ്റികൾ പല പല വീഡിയോസായിട്ട് ചെയ്യാം. പെയിൻറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ക്ലേ വർക്ക് ചെയ്തിട്ടും അതുപോലെ ക്രാക്കിൾ ചെടിച്ചട്ടി പോലെയൊക്കെ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഡെക്കോപാച്ച് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബലൂൺ ഫുള്ളായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 കോട്ടോളം നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കാരണം കുറച്ച് തിക്നെസ് വേണം നമുക്ക് ന്യൂസ് പേപ്പർ ഒട്ടിച്ചത്. അപ്പോൾ അത് കാരണം ഒരു 2-3 പ്രാവശ്യം ലെയറായിട്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ച് നല്ലപോലെ ഉണങ്ങിയ ശേഷം നമുക്കിനി അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ഇത് ഉണങ്ങാൻ വെച്ചു, ഒരു ദിവസം ഫുള്ള് ഉണങ്ങാൻ വെച്ചു, അതിന് ശേഷം എടുക്കുകയാണ്. അപ്പോൾ ഇതാ നോക്കിയേ, ബലൂൺ ചുങ്ങി അതിൻ്റെ ഉള്ളിൽ ചെറുതായി പോയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ഷേപ്പ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് ഗ്ലൗസ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം കേട്ടോ. കാരണം മിക്കവർക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചിലപ്പം അലർജി ആവാൻ ചാൻസ് ഉണ്ട്. റിസ്ക് എടുക്കേണ്ട. അപ്പോൾ എല്ലാവരും ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. വെള്ളവും ഫെവിക്കോളും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് ഒന്നിച്ച് മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഇതിൻ്റെ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായി ഉണങ്ങി, ഒരു ദിവസം വെച്ച് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് വാൾപുട്ടി, നെറോലാക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് വാൾപുട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിതൊരു ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് എനിക്കിത് 60 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. ആക്ച്വൽ പ്രൈസ് 79 റുപ്പീസാണ് കേട്ടോ. എനിക്കിത് ഹോൾസെയിൽ പ്രൈസിന് കിട്ടി ഈ ഒരു വാൾപുട്ടി. അപ്പോൾ ഞാനിതിങ്ങനെ ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഉരച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഈ വാൾപുട്ടി ഇട്ട ശേഷം ഉണങ്ങിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും. പക്ഷെ ഞാനിവിടെ അങ്ങനെ നല്ലപോലെ ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കണില്ല, കാരണം ഡെക്കോപ്പാച്ച് ചെയ്യാനുള്ളതാണ് എന്തായാലും. അപ്പോൾ എനിക്ക് റഫ് സർഫേസ് മതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വാൾപുട്ടി അപ്ലൈ ചെയ്ത് നല്ലപോലെ ഡ്രൈ ആയ ശേഷം വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ച് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മോൾഡിഡ് ക്ലേ ഞാൻ എടുത്ത് അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ പോവാണ്. മുകളിലിങ്ങനെ അൺഈവനായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് ഞാനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വക്കൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മോൾഡിഡ് ക്ലേ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ റൗണ്ട് ഷേപ്പ് നമ്മൾ നല്ലപോലെ ഒന്ന് ഈ മോൾഡിഡ് ക്ലേ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മോൾഡിഡ് ക്ലേ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ ഞാനിതിങ്ങനെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്.
ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വേസ് ഞാൻ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വൈറ്റ് സ്പ്രേ പെയിൻറ്റ് അടിച്ച് നല്ലപോലെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മോൾഡിഡ് ക്ലേ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വർക്കൊക്കെ ഫിനിഷായി. പിന്നെ ഡെക്കോപ്പാജ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ആ സൈഡൊക്കെ ഒന്ന് നല്ല ലെവൽ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച്, ഏത് ബ്രഷായാലും കുഴപ്പമില്ല, അതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി ഞാൻ ഈ ഒരു ഡെക്കോപ്പാജ് ടിഷ്യൂ വെച്ചിട്ടാണ് ഡെക്കോപ്പാജ് ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഡിസൈൻ. ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നല്ല ക്വാളിറ്റി ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഈ ഒരു ഡെക്കോപ്പാജ് ടിഷ്യൂ നമുക്ക് പല റേറ്റിനും കിട്ടും. 15 തൊട്ടിട്ട് 105 റുപ്പീസ് വരെയുള്ള ടിഷ്യൂ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാനിത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടിഷ്യൂ പേപ്പറിന് 45 റുപ്പീസ് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ കുറച്ചധികം വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാർ വാൾസ് അങ്ങനത്തെയൊക്കെ ഡെക്കോപ്പാജ് ടിഷ്യൂസിന് 105 രൂപയോളം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടിഷ്യൂ പേപ്പേഴ്സിന്. ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ടിഷ്യൂ പേപ്പറാണ്. ഇതിന് ഞാൻ 45 റുപ്പീസിനാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കുറേ ടൈപ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡെക്കോപ്പേജ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ പല വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ മുൻപ് ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡെക്കോപ്പേജ് ചെയ്യാനായിട്ട് ഞാൻ ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്ത് 3 ടിഷ്യൂ പേപ്പർ കോട്ടിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തതും കൂടി ഇതിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മറ്റേ 2 ലെയറും നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെയാണ് ഡെക്കോപ്പാജ് ചെയ്യുന്നത് കേട്ടോ.